ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 19 മുതൽ 21 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 19-ാം സങ്കീർത്തനം 14-ാം വാക്യം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. മനോഹരമായ ഒരു ആരാധനാ ഗീതമാണ് 19-ാം സങ്കീർത്തനം. എൻ്റെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമാക്കണമേ എന്നത് എത്രയോ തലമുറകൾ ഏറ്റുപറഞ്ഞിട്ടുള്ള ഹൃദയപൂർവമായ ഒരു പ്രാർത്ഥനയാണ്. ദൈവം തൻ്റെ മഹത്വം പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തുകയും തൻ്റെ ആഗ്രഹം അഥവാ ഇഷ്ടം ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ മുഖ്യ സന്ദേശം. ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, പ്രകൃതി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് ദർശിക്കുവാനായിട്ട് സാധിക്കും. ആരാധനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് എത്തുന്ന ദാവീദ് ആകാശത്തേക്കും സൂര്യനിലേക്കും നോക്കുന്നു. എന്നാൽ സൂര്യനെ ദേവനായി ആരാധിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ദാവീദിൻ്റെ ഉൾക്കാഴ്ചകൾ. സൂര്യൻ ദൈവമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിനാൽ ആ സൃഷ്ടി പോലും ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു. സൃഷ്ടികൾക്ക് തങ്ങളുടെ ഉടയവനെ തിരിച്ചറിയുവാനും ആ ഉടയവൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും കഴിയുന്നു. പ്രകൃതിയെ ആരാധിക്കുന്നവരെ പോലെ പ്രകൃതിയെ ദൈവമാക്കുകയല്ല വേണ്ടത്. പിന്നെയോ പ്രകൃതി എന്ന അത്ഭുതത്തിനായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. മണവാളൻ തൻ്റെ മണിയറയിൽ നിന്നും ഉന്മേഷവാനായി പുറപ്പെടുന്നത് പോലെ സൂര്യൻ തൻ്റെ ദൗത്യ നിർവഹണത്തിനായി ദിക്കുമുതൽ ദിക്കുവരെ പ്രയാണം ചെയ്യുന്നു. അതിനാൽ ദൈവ സൃഷ്ടികളായ രാത്രിയും പകലും സൂര്യനും ചന്ദ്രനുമെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, ന്യായപ്രമാണം ദൈവത്തിൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്നു. സകല സൃഷ്ടിജാലങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം തികവുള്ളതാണ്. അത് സകലത്തെയും സ്പർശിക്കുന്നതാണ്. സകലർക്കും ചൈതന്യം പകർന്ന് നൽകുന്നതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വിശുദ്ധിയും മനസ്സിലാക്കിയ ദാവീദ് അവസാനം സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ കുറവുകളെ ദാവീദ് തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി സ്വയം ശോധന ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ.